എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എല്ലാ PSC എക്സാമിനും ഉപകരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഡിഗ്രി പ്രിലിംസ്, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഉൾപ്പെടെ ഇനി നടക്കാനിരിക്കുന്ന എല്ലാ പരീക്ഷകൾക്കും പുതിയ പാറ്റേണിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായവ കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന, ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ലോകത്തിലെ രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണ്. ഈ പ്രസ്താവന തെറ്റാണ്. ലോകത്തിലെ 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ലോകത്തിലെ 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. 2023 ചന്ദ്രയാൻ 3 ദൗത്യത്തിലൂടെയാണ് ഇന്ത്യ ആ നേട്ടം കൈവരിച്ചത്. അത് അടുത്ത പോയിന്റായിട്ട് വന്നിട്ടുണ്ട്. ചന്ദ്രയാൻ ദൗത്യത്തിൽ 2023 ഓഗസ്റ്റ് 23 ബുധനാഴ്ച 6:04 PM ലാൻഡർ ചന്ദ്രനെ തൊട്ടത്. അപ്പൊ തീർച്ചയായിട്ടും ആ പ്രസ്താവന ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ്. 2023 ഇന്ത്യ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത്. അടുത്ത പ്രസ്താവന, ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി പേടകമിറക്കിയ രാജ്യം ഇന്ത്യയാണ്. മൂന്നാമത്തെ പ്രസ്താവനയാണ്, ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി പേടകമിറക്കിയ രാജ്യം ഇന്ത്യയാണ്. ആ പ്രസ്താവന കറക്റ്റാണ്. അടുത്തത്, എസ് സോമനാഥാണ് ഇപ്പോഴത്തെ ISRO ചെയർമാൻ. ശരിയായ പ്രസ്താവനയാണ്. അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. രണ്ടാമത്തെയും മൂന്നാമത്തെയും 4ാമത്തെയും പ്രസ്താവന ശരിയാണ്. ഒന്നാമത്തെ പ്രസ്താവന മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ഒന്നാമത്തെ പ്രസ്താവന ഓർത്തിരിക്കുക. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ലോകത്തിലെ 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഇവിടെയും ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ്. CV കുഞ്ഞിരാമൻ, KP കേശവമേനോൻ, TK മാധവൻ തുടങ്ങിയ നേതാക്കളാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയവർ. ആ പ്രസ്താവന എന്താണ്? ശരിയായ പ്രസ്താവനയാണ്. CV കുഞ്ഞിരാമൻ, KP കേശവമേനോൻ, TK മാധവൻ തുടങ്ങിയ നേതാക്കളാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. അടുത്ത പ്രസ്താവനയായിട്ട് വരുന്നത്, വൈക്കം സത്യാഗ്രഹത്തിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യവുമായി ഗാന്ധിജി കേരള സന്ദർശനത്തിന് എത്തി. ആ പ്രസ്താവനയും ശരിയാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കേരള സന്ദർശനം നടത്തുകയുണ്ടായി. അടുത്ത പ്രസ്താവന, സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണജാഥ സംഘടിപ്പിച്ചു. മന്നത്ത് പത്മനാഭൻ സവർണജാഥ സംഘടിപ്പിച്ചത് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ മൂന്നാമത്തെയും പ്രസ്താവന ശരിയാണ്. അടുത്തത്, ഗാന്ധിജി ഈ സമരത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചു. അത് തെറ്റായ പ്രസ്താവനയാണ്. ഗാന്ധിജി ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ശ്രീ ചിത്ര തിരുനാൾ പുറപ്പെടുവിച്ച ക്ഷേത്ര പ്രവേശന വിളംബരത്തെയാണ് ഗാന്ധിജി ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത്. അപ്പൊ 4ാമത്തെ പ്രസ്താവന അവിടെ തെറ്റാണ്. അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ദർപ്പണം, കേരള പഞ്ചിക, മലയാളി എന്നീ പത്രങ്ങളുടെ പത്രാധിപർ ആയിരുന്നു അദ്ദേഹം. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള ദർപ്പണം, കേരള പഞ്ചിക, മലയാളി എന്നീ പത്രങ്ങളുടെ പത്രാധിപനായിരുന്നു. ആ പ്രസ്താവന ശരിയാണ്. രണ്ടാമത്തേതായിട്ട് തന്നിരിക്കുന്നത്, തിരുവിതാംകൂർ ദിവാൻ P രാജഗോപാലാചാരി ഉൾപ്പെടെയുള്ളവരുടെ ഭരണത്തിലെ പോരായ്മകൾ അദ്ദേഹം തുറന്നു കാണിച്ചത് തിരുവിതാംകൂറിൽ നിന്ന് പുറത്താക്കുന്നതിന് കാരണമായി തീർന്നു. ആ പ്രസ്താവനയും ശരിയാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ തിരുവിതാംകൂറിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. മൂന്നാമത്തെ പ്രസ്താവന, 1916 ഏപ്രിൽ 26 കണ്ണൂരിൽ വച്ച് അദ്ദേഹം മരണമടഞ്ഞു. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള മരണമടഞ്ഞത് 1916 ഏപ്രിൽ 26 കണ്ണൂരിൽ വച്ചാണ്. ആ പ്രസ്താവനയും ശരിയാണ്.
അടുത്ത പ്രസ്താവന 1905 രാമകൃഷ്ണ പിള്ളയെ ആറ്റിങ്ങലിൽ നിന്ന് ശ്രീമൂലം പ്രജാസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ആ പ്രസ്താവന തെറ്റായിട്ടുള്ളതാണ്. അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടതാണ്. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായത് തെരഞ്ഞെടുക്കുക. 1916 ഫെബ്രുവരിയിൽ ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടന വേദിയായിരുന്നു ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ പ്രത്യക്ഷപ്പെട്ട പൊതുപരിപാടി. അത് കറക്റ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തെ പ്രസ്താവന 1918 അഹമ്മദാബാദ് മിൽ സമരവുമായി ബന്ധപ്പെട്ട് തൊഴിലാളികളുടെ കൂലി 35% വർദ്ധിച്ചു കൊടുക്കാം എന്ന് മില്ലുടമകൾ സമ്മതിച്ചു. അഹമ്മദാബാദ് മിൽ സമരവുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആ പ്രസ്താവനയും ശരിയാണ്. അടുത്ത പ്രസ്താവന 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവച്ചു. ആ പ്രസ്താവനയും ശരിയാണ്. 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കുകയുണ്ടായി. അടുത്ത പ്രസ്താവന 1930 മാർച്ച് 12 തെരഞ്ഞെടുക്കപ്പെട്ട 72 അനുയായികളോടൊപ്പം. ആ പ്രസ്താവന അവിടെ തെറ്റിപ്പോകുന്നുണ്ട്. 72 അല്ല 78 അനുയായികളോടൊപ്പമാണ് ഗാന്ധിജി സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡിയിലേക്ക് മാർച്ച് ചെയ്തത്. അപ്പൊ നാലാമത്തെ പ്രസ്താവന തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. ഗാന്ധിജി സബർമതിയിലേക്ക് ദണ്ഡി യാത്ര നടത്തിയത് 1930 മാർച്ച് 12 78 അനുയായികളോടൊപ്പമാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ പ്രാചീന സംസ്കാരമായ ഹാരപ്പൻ സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ കേന്ദ്രങ്ങളും അതിപ്പോൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെയും ലിസ്റ്റിൽ നിന്ന് ശരിയായവ കണ്ടെത്തുക. ചോലിസ്ഥാൻ പാകിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബനവാലി ഹരിയാനയിലാണ്. ധോളവീര ഗുജറാത്തിലാണ്. ഈ 3 കറക്റ്റ് ആയിട്ടുള്ളതാണ്. എന്നാൽ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ഷോർട്ട്കായ് രാജസ്ഥാൻ എന്നുള്ളത് തെറ്റായതാണ്. അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഹാരപ്പൻ സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലങ്ങളാണ് ചോലിസ്ഥാൻ പാകിസ്ഥാനില്, ബനവാലി ഹരിയാനയില്, ധോളവീര ഗുജറാത്തില്. അടുത്ത ക്വസ്റ്റ്യൻ മെസോപ്പൊട്ടേമിയൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: പ്രാചീന സംസ്കാരങ്ങളിൽ ഒന്നായ മെസോപ്പൊട്ടേമിയൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായത് തെരഞ്ഞെടുത്തെഴുതുക. മെസോപ്പൊട്ടേമിയയിലെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്ര നഗരമാണ് ഉറൂക്ക്. അത് ശരിയായ പ്രസ്താവനയാണ്. ഗിൽമേഷിന്റെ ഇതിഹാസം എപ്പിക് ഓഫ് ഗിൽമീഷ് എന്ന ഗ്രന്ഥം മെസോപ്പൊട്ടേമിയക്കാർക്ക് അവരുടെ ഗ്രാമീണ ജീവിതത്തിന്റെ പ്രാധാന്യം വെളിപ്പെടുത്തുന്നു. അത് തെറ്റായ പ്രസ്താവനയാണ്. എപ്പിക് ഓഫ് ഗിൽഗിമിഷ് സൗഹൃദം, മരണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. കൃഷിരീതിയുമായി അതിനകത്ത് ബന്ധപ്പെടുന്നില്ല. ഗ്രാമീണ മേഖലയുമായി അതിന് ബന്ധപ്പെടുന്നില്ല. മെസോപ്പൊട്ടേമിയയിലെ ഒരു രാജകീയ തലസ്ഥാനമായിരുന്നു മാരി. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. മെസോപ്പൊട്ടേമിയൻ എഴുത്ത് രീതി ക്യൂണിഫോം എന്നാണ് അറിയപ്പെടുന്നത്. ആ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. മെസോപ്പൊട്ടേമിയക്കാരുടെ എഴുത്ത് രീതി ക്യൂണിഫോം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 3, 4 പ്രസ്താവനകൾ ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ചൈനീസ് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. ചൈനീസ് സംസ്കാരവുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ആദ്യത്തെ പ്രസ്താവന 1911 മാവോ സേ തൂങ്ങിന്റെ നേതൃത്വത്തിൽ ചൈനയിൽ ഒരു റിപ്പബ്ലിക് സ്ഥാപിച്ചു. 1911 മാവോ സേ തൂങ്ങിന്റെ നേതൃത്വത്തിലല്ല വിപ്ലവം അവിടെ നടന്നത്. സിൻഹായി വിപ്ലവമാണ് നടന്നത്. അത് സൺയാസെന്നിന്റെ നേതൃത്വത്തിലാണ് ആ വിപ്ലവം അവിടെ നടന്നത്. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന അവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. രണ്ടാമത്തേതായിട്ട് വരുന്നത് മാവോ സേ തൂങ് ആണ് ചൈനയിൽ മഹത്തായ സാംസ്കാരിക വിപ്ലവം ആവിഷ്കരിച്ചത്. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നിവയാണ് സൺയാസെന്നിന്റെ 3 തത്വങ്ങൾ. സൺയാസെന്നിന്റെ ആശയങ്ങളാണ് കമിങ് താങ് പാർട്ടിയുടെ ദർശനത്തിന്റെ അടിത്തറ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും പ്രസ്താവനകൾ ശരിയാണ്. മാവോ സേ തൂങ് ആണ് ചൈനയിൽ മഹത്തായ സാംസ്കാരിക വിപ്ലവം ആവിഷ്കരിച്ചത്.
ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നിവയാണ് സൺയാസെന്നിന്റെ 3 തത്വങ്ങൾ. സൺയാസെന്നിന്റെ ആശയങ്ങളാണ് കമിങ് തങ് പാർട്ടിയുടെ ദർശനത്തിന്റെ അടിത്തറ. ഈ 3 പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ടതാണ്. സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1932 കൽക്കട്ട മേയറായി തെരഞ്ഞെടുത്തു. കോൺഗ്രസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഗാന്ധിജിയുടെ നോമിനിയായി മത്സരിച്ച പട്ടാഭി സീതാരാമയ്യയെ അദ്ദേഹം പരാജയപ്പെടുത്തി. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സുപ്രീം കമാൻഡറായി അദ്ദേഹം നേതൃത്വം ഏറ്റെടുത്തു. 1942 INA ഭടന്മാരെ കുറ്റവിചാരണ ചെയ്തു. ഇതിൽ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റായിട്ടുള്ളത്. 1, 2, 3 സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ കണ്ടെത്തുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ് ആണ്. ആ പ്രസ്താവന ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റാണ് ആനി ബസന്റ്. അബ്ദുൽ കലാം ആസാദാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ മുസ്ലിം പ്രസിഡന്റ്. ആ പ്രസ്താവന തെറ്റായ പ്രസ്താവനയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് ബദ്രുദ്ദീൻ തിയാബ്ജിയാണ്. അപ്പോൾ 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് അവിടെ തെറ്റാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് ബദ്രുദ്ദീൻ തിയാബ്ജിയാണ്. അത് ഓർത്തിരിക്കുക. റാഷ് ബിഹാരി ബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സൂറത്ത് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. നിഷ്ക്രിയ പ്രതിരോധം, പാസീവ് റെസിസ്റ്റൻസ് എന്ന ആശയം ആദ്യം പ്രചരിപ്പിച്ചത് അരബിന്ദ് ഘോഷാണ്. ആ പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 3, 4 പ്രസ്താവനകൾ ശരിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ് ആണ്. റാഷ് ബിഹാരി ബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സൂറത്ത് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. പാസീവ് റെസിസ്റ്റൻസ്, നിഷ്ക്രിയ പ്രതിരോധം എന്ന ആശയം ആദ്യം പ്രചരിപ്പിച്ചത് അരബിന്ദ് ഘോഷാണ്. എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് ബദ്രുദ്ദീൻ തിയാബ്ജിയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.